നമസ്കാരം. മധ്യ ഗാസയിൽ ഹമാസ് തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്ന 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു തുരങ്കം തങ്ങൾ കണ്ടെത്തി നശിപ്പിച്ചതായി ഇസ്രായേൽ സൈന്യം. ഇസ്രായേൽ സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഈ തുരങ്കം കണ്ടെത്തി ഇത് പൂർണ്ണമായും നശിപ്പിച്ചത്. കാലങ്ങളോളം ഹമാസ് തീവ്രവാദികൾ ഇവിടെ താമസിച്ചിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഗാസയിലെമ്പാടും ഇത്തരത്തിലുള്ള നിരവധി തുരങ്കങ്ങൾ ഹമാസ് തീവ്രവാദികൾ നിർമ്മിച്ചിരുന്നു. അവയിൽ ഭൂരിപക്ഷവും ഇസ്രായേൽ സൈന്യം തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന മറ്റു തുരങ്കങ്ങളാണ് ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ തുരങ്കം എന്ന് പറയുമ്പോൾ വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാൻ സംവിധാനമുള്ള അത്രയും വലിയ തുരങ്കങ്ങളാണ് ഹമാസ് പല സ്ഥലങ്ങളിലും നിർമ്മിച്ചിരുന്നത്. തടവുകാരെ പാർപ്പിക്കാനും അവരെ കൊല്ലാനും അവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിക്കാനുമെല്ലാം ഇത്തരത്തിലുള്ള തുരങ്കങ്ങളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയ സമയത്തും ഈ തുരങ്കങ്ങളിലൂടെയാണ് ഇവർ അതിവേഗം ഇസ്രായേലിലേക്ക് എത്തിയത് എന്നും പിന്നീട് കണ്ടെത്തിയിരുന്നു. ഇപ്പോഴും പല തുരങ്കങ്ങളും കണ്ടെത്തുമ്പോൾ അവിടെ മോട്ടോർ സൈക്കിളുകളും മറ്റ് വാഹനങ്ങളുമെല്ലാം സൂക്ഷിച്ചിരിക്കുന്നതായി കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഒരുപക്ഷെ ഹമാസ് തീവ്രവാദികൾ രണ്ടാമത് ഒരു തവണ കൂടി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതിൻ്റെ തെളിവുകളായിട്ടാണ് ഇസ്രായേൽ സൈന്യം കണക്കാക്കുന്നത്. അതേസമയം ഗാസയിൽ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഈജിപ്റ്റ് മുൻകൈയെടുത്ത് നടത്തുന്ന ചർച്ചകളിൽ ഒക്കെ തന്നെ പൂർണ്ണമായ ബന്ദികളുടെ പട്ടിക അല്ല ഹമാസ് തീവ്രവാദികൾ കൈമാറിയത് എന്ന് പുതിയ വാർത്ത പുറത്തു വരികയാണ്. ഏതാണ്ട് ഭാഗികമായ പട്ടിക മാത്രമാണ് ഇപ്പോൾ ഈജിപ്തിന് നൽകിയിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ പൂർണ്ണമായ പട്ടിക നൽകി എന്നാണ് ഹമാസ് വെളിപ്പെടുത്തിയിരുന്നത്. ചർച്ചകളിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വരാനും സമാധാനം പാലിക്കാനുമൊക്കെ ബന്ദികളുടെ പൂർണ്ണമായ പട്ടിക ആദ്യമേ തന്നെ ഈജിപ്റ്റ് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഹമാസ് തീവ്രവാദികൾ ഈ പട്ടിക നൽകിയത്. ഇപ്പോൾ പറയപ്പെടുന്നത് പല ബന്ദികൾ എവിടെയാണ് ഉള്ളതെന്ന് തങ്ങൾക്ക് അറിയില്ല എന്നും, ഇപ്പോൾ ഹമാസ് പറയുന്നത് തങ്ങൾ മാത്രമല്ല തങ്ങളെ പിന്തുണയ്ക്കുന്ന നിരവധി തീവ്രവാദ സംഘടനകൾക്കും തങ്ങൾ തട്ടിക്കൊണ്ടുവന്ന ഇസ്രായേലുകാരായ ബന്ദികളെ വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം, 4 അമേരിക്കക്കാർ ഈ കൂട്ടത്തിലുണ്ട്. ഇതിൽ 2 പേർ ഇസ്രായേൽ സൈന്യത്തിൽ ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇക്കാര്യത്തിൽ വളരെ ശക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ എന്തുകൊണ്ടാണ് പൂർണ്ണമായ പട്ടിക എന്ന് പറഞ്ഞ് ഈ അപൂർണമായ പട്ടിക നൽകിയത് എന്ന ചോദ്യത്തിന് ഹമാസ് നേതൃത്വം ഇനിയും മറുപടി നൽകിയിട്ടുമില്ല. അമേരിക്കയിൽ അടുത്ത വർഷം ജനുവരി 20 ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി ചുമതലയേൽക്കുകയാണ്. അതിനു മുമ്പ് ഒത്തുതീർപ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഹമാസിനെയും അതുപോലെ തീവ്രവാദ സംഘടനകളെയും ഇറാനെയെല്ലാം നരകം കാണിക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ പട്ടിക ലഭിച്ചില്ലെങ്കിൽ അക്കാര്യത്തിൽ ഇനി അങ്ങോട്ട് ചർച്ചകൾ നേരെ നടക്കുമോ എന്ന് സംശയമുണ്ട്. ഇപ്പോൾ ഹമാസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് പൂർണ്ണമായ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം മാത്രമേ ബന്ദികളുടെ പട്ടിക കൈമാറൂ എന്ന് ആരോപണമുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ അമേരിക്കയോ ഈജിപ്റ്റോ അതുപോലെ ഇസ്രായേലോ ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇവർ തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ എത്ര പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ആർക്കും യാതൊരു നിശ്ചയവുമില്ല. ഇവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്ന അല്ലെ പട്ടികയിൽപ്പെട്ടിരുന്ന പലരും മരിച്ചുപോയതായിട്ടാണ് വിവരം. കഴിഞ്ഞ ദിവസവും ഇവർ പുറത്തുവിട്ട ഒരു സ്ത്രീ മരിച്ചിരുന്നു. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഹമാസിൻ്റെ തടവറകളിൽ നടക്കുന്ന അതിക്രൂരമായ പീഡനമുറകൾ തന്നെയാണ്. 1 വർഷത്തിലധികമായി ഇവരുടെ തുരങ്കങ്ങളിലും മറ്റ് രഹസ്യ സങ്കേതങ്ങളിലും ചില വീടുകളിലുമൊക്കെയാണ് ഇവരെ പാർപ്പിച്ചിരുന്നത്. ചില ഹമാസ് നേതാക്കൾക്ക് മറയായി ഇവരെ മുന്നിൽ നിർത്തി പോരാട്ടം നടത്തിയിരുന്നതായും നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് ഹമാസിൻ്റെ മുതിർന്ന നേതാക്കളെ ആക്രമിക്കാനായി പട്ടാളം എത്തുമ്പോൾ അവരുടെ മുന്നിലേക്ക് ഈ ബന്ദികളെ നിർത്തുക, എന്നിട്ട് നേതാവിനെ ആക്രമിക്കുമ്പോൾ ഈ ബന്ദികളും കൂടെ കൊല്ലപ്പെടുക, അതിൻ്റെ ഉത്തരവാദിത്തം ഇസ്രായേലിൻ്റെ തലയിൽ കെട്ടിവെക്കുക തുടങ്ങിയ രീതികളാണ് ഹമാസ് നേതൃത്വം എക്കാലത്തും സ്വീകരിച്ചിരുന്നത്. ഏതായാലും ഇത്തവണയും അവർ സമാധാന ചർച്ചകളുടെ പേരിൽ ഉരുണ്ട് കളിക്കുന്നത് ഒരുപക്ഷെ ബന്ദികളിൽ പലരും ഇതിനോടകം കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കാം എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് വേണം കണക്കാക്കാൻ. അതല്ല, അവസാനം ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഹമാസ് സ്വീകരിക്കുന്നതെങ്കിൽ തിരിച്ചടി ഭയാനകമായിരിക്കും എന്ന് പലതവണ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതുമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൗരന്മാരുടെ ജീവനും വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അമേരിക്കൻ പൗരന്മാരെയും ഇവർക്കൊപ്പം തന്നെ വിട്ടു നൽകണം എന്ന ഒരാവശ്യം പലവട്ടം അമേരിക്ക മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ ഓരോ ഒഴികഴിവുകൾ പറഞ്ഞ് മാറി നിൽക്കുന്നതായിരുന്നു ഹമാസിൻ്റെ രീതി. എന്തായാലും ഇപ്പോൾ ഹമാസിനെതിരായ ആക്രമണവും വീണ്ടും ഇസ്രായേൽ ശക്തമാക്കുകയാണ്. അവരുടെ തുരങ്കങ്ങൾ കണ്ടെത്തുക തന്നെയാണ് പ്രധാനം. കാരണം ഈ തുരങ്കങ്ങളിലൊക്കെ ഒരു പക്ഷേ ബന്ദികൾ കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ തുരങ്കങ്ങളിലേക്ക് ഇപ്പോൾ ആക്രമണം വ്യാപിച്ചിരിക്കുന്നത്. 2 കിലോമീറ്റർ ദൂരമുള്ള തുരങ്കം വരെ നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഗാസയിൽ എത്രമാത്രം ഇവർ തുരങ്കങ്ങൾ തീർത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.